ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കായിട്ടാണ്. ടോപ്പിക്കിൻ്റെ പേരാണ് സോഷ്യൽ ചേഞ്ച് ഇൻ അർബൻ സൊസൈറ്റി. അതായത് എന്തൊക്കെ സാമൂഹിക മാറ്റങ്ങളാണ് അർബൻ സൊസൈറ്റി, അതായത് നഗരപ്രദേശങ്ങളിലുള്ളത്. അതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. Social change in urban society refers to the transformations that occur within cities driven by shifts in culture, economic, politics, and technology. As urban areas grow and evolve, the dynamics of social life, relationships, and power structures are often altered in response to both internal developments and external influences. Here are some key factors and aspects of social change in urban society. അപ്പം അതായത് സംസ്കാരം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രീയം, സാങ്കേതിക വിദ്യ എന്നിവയിലെ മാറ്റങ്ങളാൽ നയിക്കപ്പെടുന്ന നഗരങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന പരിവർത്തനങ്ങളെയാണ് നഗര സമൂഹത്തിലെ സാമൂഹിക മാറ്റം എന്ന് സൂചിപ്പിക്കുന്നത്. അതായത് നഗരപ്രദേശങ്ങൾ വളരുകയും പരിണമിക്കുകയും ചെയ്യുമ്പോൾ സാമൂഹിക ജീവിതം, ബന്ധങ്ങൾ, അധികാരഘടനകൾ എന്നിവയുടെ ചലനാത്മകത പലപ്പോഴും ആന്തരിക സംഭവ വികാസങ്ങൾക്കും ബാഹ്യ സ്വാധീനങ്ങൾക്കും മറുപടിയായി മാറുന്നു. അതായത് അർബൻ ഏരിയയിൽ പല മാറ്റങ്ങളും ഉണ്ടാകും. ഡൈനാമിക്സ്, അപ്പം നമുക്കറിയാം ഒരിക്കലും സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്ന ഒന്നല്ല. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, പവർ സ്ട്രക്ചേഴ്സ് ഇതൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ കൊണ്ട് തന്നെ ബോത്ത് ഇൻറ്റേർണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്, അതായത് നമുക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ് അല്ലേ, പുറമേ നിന്നുണ്ടാവുന്ന ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ അകത്തും സംഭവിക്കുന്നു. ഓക്കെ, അതാണ് ആന്തരിക സംഭവ വികാസങ്ങൾക്കും കാരണമാകുന്നുണ്ടെന്ന് പറയുന്നത്. ആദ്യം തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ എക്കണോമിക് ഷിഫ്റ്റ്, അതായത് സാമ്പത്തിക മാറ്റങ്ങൾ. സെക്കൻഡ് വൺ ഡെമോഗ്രാഫിക് ചേഞ്ചസ്, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ. തേർഡ് വൺ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, സാങ്കേതിക പുരോഗതി. ഫോർത്ത് വൺ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ചേഞ്ചസ്, രാഷ്ട്രീയവും നിയമപരവുമായ മാറ്റങ്ങൾ. ഫിഫ്ത്ത് വൺ കൾച്ചറൽ ചേഞ്ചസ്, സാംസ്കാരിക മാറ്റങ്ങൾ. സിക്സ്ത് വൺ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, പരിസ്ഥിതി ഘടകങ്ങൾ. സെവൻത്ത് വൺ ഇന്നിക്വാളിറ്റി ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അസമത്വവും സാമൂഹിക വർഗീകരണവും. എയ്ത്ത് വൺ ക്രൈം ആൻഡ് സോഷ്യൽ ഡിസോർഡർ, കുറ്റകൃത്യവും സാമൂഹിക ക്രമക്കേടും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക് ഷിഫ്റ്റ്, അതായത് സാമ്പത്തിക മാറ്റങ്ങൾ. ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ, സർവീസ് എക്കണോമി ആൻഡ് പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ, ജെൻട്രിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് സാമ്പത്തിക മാറ്റങ്ങളിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ. അതായത് ദ ഗ്രോത്ത് ഓഫ് ഫാക്ടേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഇൻ സിറ്റീസ് ഡ്യൂറിങ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ led to rapid urbanization as people moved from rural areas for employment. This caused major changes in labor structures, economic classes, and physical landscape of cities. അതായത് വ്യാവസായിക വിപ്ലവ കാലത്ത് നഗരങ്ങളിലെ ഫാക്ടറികളുടെയും വ്യവസായങ്ങളുടെയും വളർച്ച ഗ്രാമീണ മേഖലകളിൽ നിന്ന് ആളുകൾ തൊഴിലിനായി മാറിയതിനാൽ ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണത്തിലേക്ക് നയിച്ചു. ഇത് തൊഴിൽ ഘടനയിലും സാമ്പത്തിക വിഭാഗങ്ങളിലും നഗരങ്ങളുടെ ഭൗതിക ഭൂപ്രകൃതിയിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. അപ്പോൾ ഫസ്റ്റ് എക്കണോമിക് ഷിഫ്റ്റ് വരുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് വ്യവസായവൽക്കരണവും അർബനൈസേഷൻ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ വ്യാവസായിക വിപ്ലവകാലത്ത് നഗരങ്ങളിൽ നിന്ന് ജനങ്ങൾ എന്ത് ചെയ്തു? നഗരങ്ങളിലെ ജനങ്ങൾ ഫാക്ടറികളുടെയും വ്യവസായങ്ങളുടെയും വളർച്ച, ഇതിനു വേണ്ടിയിട്ട് ഗ്രാമങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? ആളുകൾ നഗരങ്ങളിലേക്ക് കുടിയേറ്റം, അതായത് ജോലിക്ക് വേണ്ടിയിട്ടും ഒക്കെ പോകാൻ തുടങ്ങി. അതുകൊണ്ടാണ് സാമ്പത്തിക മാറ്റങ്ങൾ, അതായത് ഗ്രാമങ്ങളിലേക്ക് ഒരുപാട് സാമ്പത്തിക സ്രോതസ്സ് വരുവാനും തുടങ്ങി. നഗരങ്ങളിലെ പോയി ജനങ്ങൾ ജോലി ചെയ്ത് സമ്പാദിക്കാൻ തുടങ്ങി. ഓക്കെ, രണ്ടാമത്തെയാണ് സർവീസ് എക്കണോമി ആൻഡ് പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ. More recently, many cities have transitioned from manufacturing-based economies to service-oriented ones, reshaping employment opportunities and social hierarchies. അതായത് സേവന സമ്പദ് വ്യവസ്ഥയും വ്യവസായവൽക്കരണാനന്തരവും. അടുത്തിടെ പല നഗരങ്ങളിലും ഉൽപ്പാദന അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് സേവന അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുകയും തൊഴിലവസരങ്ങളും സാമൂഹിക ശ്രേണികളും പുനർനിർമ്മിക്കുകയും ചെയ്തു. അടുത്തതാണ് ജെൻട്രിഫിക്കേഷൻ, എക്കണോമിക് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്
in previously lower income neighborhoods can lead to displacement of long-term residents and cultural shift, raising questions about equity and social justice. മുമ്പ് താഴ്ന്ന വരുമാനമുള്ള അയൽപ്പക്കങ്ങളിലെ സാമ്പത്തിക നിക്ഷേപവും വികസനവും ദീർഘകാല താമസക്കാരുടെ കുടിയൊഴിപ്പിക്കലിലേക്കും സാംസ്കാരിക മാറ്റങ്ങളിലേക്കും നയിച്ചേക്കാം. ഇത് തുല്യതയെക്കുറിച്ചും സാമൂഹിക നീതിയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നു. അപ്പോൾ ഇത്രയാണ് സാമ്പത്തിക മാറ്റങ്ങളെപ്പറ്റി പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ വായിച്ച 3 കാര്യങ്ങളുടെ മലയാള പരിഭാഷ ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ഓരോ സ്ലൈഡിൻ്റെയും ശേഷവും മലയാള പരിഭാഷ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മലയാളത്തിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഫാക്ടറിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് മലയാളത്തിലുള്ള ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കാം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഡെമോഗ്രാഫിക് ചേഞ്ചസ്, അതായത് ജനസംഖ്യാപരമായ മാറ്റങ്ങൾ. അതിൽ വരുന്നതാണ് മൈഗ്രേഷൻ ആൻഡ് ഇമിഗ്രേഷൻ, കുടിയേറ്റം. ഓക്കെ, കുടിയേറുന്ന മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്നിടത്തേക്ക് കുടിയേറി വരുന്നത്. പിന്നെ ഏജിങ് പോപ്പുലേഷൻസ്, പ്രായമാകുന്ന ജനസംഖ്യ. യൂത്ത് മൂവ്മെൻറ്റ്സ്, യുവജന പ്രസ്ഥാനങ്ങൾ. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. മൈഗ്രേഷൻ ആൻഡ് ഇമിഗ്രേഷൻ. സിറ്റീസ് ഓഫൺ അട്രാക്ട് എ ഡൈവേഴ്സ് പോപ്പുലേഷൻ ഫ്രം റൂറൽ ഏരിയാസ് ഓർ അതർ കൺട്രീസ്. This leads to multiculturalism but can also generate tensions over resource integration and identity. നഗരങ്ങൾ പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ വൈവിധ്യമാർന്ന ജനസംഖ്യയെ ആകർഷിക്കുന്നു. ഇത് മൾട്ടി കൾച്ചറലിസത്തിലേക്ക് നയിക്കുന്നു. പക്ഷേ വിഭവങ്ങൾ, സംയോജനം, സ്വത്വം എന്നിവയിൽ പിരിമുറുക്കം സൃഷ്ടിക്കാനും കഴിയുന്നു. സെക്കൻഡ് വൺ, ഏജിങ് പോപ്പുലേഷൻ, പ്രായമാകുന്ന ജനസംഖ്യ. പല നഗരങ്ങളിലും ജനസംഖ്യ പ്രായമാവുകയും, അതായത് ജനങ്ങൾക്ക് പ്രായമാകുമല്ലോ, വാർദ്ധക്യം ഉണ്ടാവും. ആരോഗ്യ സംരക്ഷണം, പാർപ്പിടം, സാമൂഹിക സേവനങ്ങൾ എന്നിവയിൽ വെല്ലുവിളിയിലേക്ക് നയിക്കുന്നു. അപ്പോൾ വാർദ്ധക്യമുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നതാണ് അവരുടെ പാർപ്പിടം, സംരക്ഷണം, ആരോഗ്യം എന്നിവ. അതും നമ്മൾ മാറ്റങ്ങൾ, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പിന്നെ അടുത്തത് യുവജന പ്രസ്ഥാനങ്ങൾ. അതിൽ വരുന്നതാണ് young people are often catalyzed for social change, advocating for issues such as climate change, gender right and economic reforms shaping urban social dynamics. കാലാവസ്ഥാ വ്യതിയാനം, ലിംഗപരമായ അവകാശങ്ങൾ, സാമ്പത്തിക പരിഷ്കാരങ്ങൾ, നഗര സാമൂഹിക ചലനാത്മകത രൂപപ്പെടുത്തൽ തുടങ്ങിയ വിഷയങ്ങൾക്കായി വാദിക്കുന്ന ചെറുപ്പക്കാർ, അതായത് യങ് ജനറേഷൻ, പലപ്പോഴും സാമൂഹിക മാറ്റത്തിന് ഉത്തേജകങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ജനസമൂഹമാണ് യങ് ജനറേഷൻ പീപ്പിൾ. അതിനെയാണ് നമ്മൾ യങ് മൂവ്മെൻറ്റ്സ് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്ലൈഡിൻ്റെ മലയാള പരിഭാഷ ഞാനിവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ വേണ്ടുന്ന കുട്ടികൾക്ക് അത് നോട്ട്സായി എഴുതിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഫാക്ടറിലേക്ക് പോകാം. സോഷ്യൽ ചേഞ്ചിന് കാരണമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, അതായത് സാങ്കേതിക പുരോഗതി. അതിനകത്ത് വരുന്ന 3 കാര്യങ്ങളാണ് ഡിജിറ്റലൈസേഷൻ ആൻഡ് സ്മാർട്ട് സിറ്റീസ്. സെക്കൻഡ് വൺ, സോഷ്യൽ മീഡിയ ആൻഡ് ആക്ടിവിസം. തേർഡ് വൺ, ഓട്ടോമേഷൻ ആൻഡ് ജോബ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഫസ്റ്റ് വൺ, ഡിജിറ്റലൈസേഷൻ ആൻഡ് സ്മാർട്ട് സിറ്റീസ്. The rise of technology in urban infrastructure, from transportation to communication, has transformed how people interact, work and live in cities. നഗര അടിസ്ഥാന സൗകര്യങ്ങളിലെ സാങ്കേതിക വിദ്യയുടെ ഉയർച്ച, ഗതാഗതം മുതൽ ആശയവിനിമയം വരെ ആളുകൾ ആശയവിനിമയം നടത്തുന്നതിനും ജോലി ചെയ്യുന്നതിനും നഗരങ്ങൾ ജീവിക്കുന്നതിനും മാറ്റം വരുത്തി. ഇപ്പോൾ നമുക്കറിയാം, ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇന്ത്യ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ കേട്ടില്ലേ. ഡിജിറ്റൽ യുഗത്തിലാണ് ഇന്നെല്ലാവരും ജീവിക്കുന്നത്. സ്മാർട്ട് സിറ്റികൾ അല്ലേ, ടെക്നോളജി, വൈഫൈ, അതുപോലെ തന്നെ എല്ലാ നഗരങ്ങളിലും വൈഫൈ കണക്ഷൻസ്, സ്മാർട്ട് ഫോൺസ്, ലാപ്ടോപ്പ്, ഐപാഡ്, അങ്ങനെയുള്ളൊരു ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ജനങ്ങളുടെ എല്ലാ രീതിയിലും മാറ്റങ്ങൾ വന്നു. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും, ഗതാഗതം, അതുപോലെ തന്നെ ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ എന്നിവയിലൊക്കെ. ഇനി സെക്കൻഡ് വൺ, സോഷ്യൽ മീഡിയ ആൻഡ് ആക്ടിവിസം. സാങ്കേതികവിദ്യ എളുപ്പത്തിൽ ആശയവിനിമയവും സംഘടനയും സുഗമമാക്കുന്നു. ടെക്നോളജി ഫെസിലിറ്റേറ്റ് ഈസിയർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓർഗനൈസേഷൻ, എംപവറിംഗ് മൂവ്മെൻറ്റ്സ് ഫോർ സോഷ്യൽ ചേഞ്ച് ലൈക്ക് പ്രൊട്ടസ്റ്റ് ഓർ കമ്പൈൻസ് ഫോർ പോളിസി റീഫോം. അപ്പോൾ സാമൂഹിക മാറ്റത്തിനായുള്ള പ്രസ്ഥാനങ്ങളെ ശാക്തീകരിക്കുന്നു. പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ നയപരിഷ്കരണത്തിനായുള്ള പ്രചാരണങ്ങൾ.
Third one, automation and job displacement. Technological advancements, particularly in artificial intelligence and automation, can disrupt job markets, leading to economic inequality and new social movements. ഓട്ടോമേഷനും തൊഴിൽ സ്ഥാനചലനവും. സാങ്കേതിക മുന്നേറ്റങ്ങൾ, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓട്ടോമേഷൻ എന്നിവ തൊഴിൽ വിപണികളെ തടസ്സപ്പെടുത്തുകയും സാമ്പത്തിക അസമത്വത്തിലേക്കും പുതിയ സാമൂഹിക പ്രസ്ഥാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ നെഗറ്റിവിറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ഇനി അതിൻ്റെ മലയാളം ടീച്ചർ നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വായിക്കാവുന്നതാണ്. നാലാമത്തെ ഫാക്ടറാണ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ചേഞ്ചസ്. രാഷ്ട്രീയവും നിയമപരവുമായ മാറ്റങ്ങൾ. അതിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, അർബൻ ഗവേണൻസ് ആൻഡ് പോളിസി. സെക്കൻഡ് വൺ, സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെൻറ്റ്സ്. തേർഡ് വൺ, ഡീസെൻട്രലൈസേഷൻ. ഫസ്റ്റ് വൺ, അർബൻ ഗവേണൻസ് ആൻഡ് പോളിസി. സിറ്റി ഗവൺമെൻറ്റ്സ് implement policies that affect housing, education, healthcare, and employment. The shift towards more inclusive or exclusive policies can either reduce or increase social inequalities. അപ്പോൾ പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, തൊഴിൽ എന്നിവയെ ബാധിക്കുന്ന നയങ്ങൾ നഗരത്തിലെ സർക്കാരുകൾ നടപ്പിലാക്കുന്നു. കൂടുതൽ ഉൾക്കൊള്ളുന്നതോ പ്രത്യേകമോ ആയ നയങ്ങളിലേക്കുള്ള മാറ്റം സാമൂഹിക അസമത്വങ്ങൾ കുറയ്ക്കുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്നു. Second one, social justice movements. Cities often serve as epicenters for movements that address issues such as racial injustice, gender inequality, LGBTQ+ rights, and economic disparities. Urban space provide platforms for protest, demonstrations, and public discourse. വംശീയ അനീതി, അതായത് സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെൻറ്റ്സ്, സാമൂഹിക നീതി പ്രസ്ഥാനങ്ങൾ. അതിൽ വരുന്നതാണ് വംശീയ അനീതി, ലിംഗസമത്വം, LGBTQ+, അവരുടെ അവകാശങ്ങൾ, സാമ്പത്തിക അസമത്വങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്ന പ്രസ്ഥാനങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങളായി നഗരങ്ങൾ പലപ്പോഴും പ്രവർത്തിക്കുന്നു. നഗരയിടങ്ങൾ പ്രതിഷേധങ്ങൾക്കും പഠനങ്ങൾക്കും പൊതുവ്യവഹാരങ്ങൾക്കും വേദികൾ നൽകുന്നു. തേർഡ് വൺ, ഡീസെൻട്രലൈസേഷൻ. അതായത് ഇൻ സം കേസസ് ലോക്കൽ ഗവൺമെൻറ്റ്സ് ഗെയിൻ more autonomy, which can lead to innovative policies tailored to specific urban needs, often challenging national norms. ചില സന്ദർഭങ്ങളിൽ പ്രാദേശിക സർക്കാരുകൾക്ക് കൂടുതൽ സ്വയം ഭരണാധികാരം ലഭിക്കുന്നു. ഇത് നിർദ്ദിഷ്ട നഗര ആവശ്യങ്ങൾക്കനുസൃതമായി നൂതന നയങ്ങളിലേക്ക് നയിച്ചേക്കാം. ഇത് പലപ്പോഴും ദേശീയ മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം കേട്ടോ. അപ്പം അതിൻ്റെ മലയാള പരിഭാഷയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അടുത്ത ഫാക്ടറിലേക്ക് കടക്കാം. കൾച്ചറൽ ചേഞ്ചസ്, സാംസ്കാരിക മാറ്റങ്ങൾ. അതിൽ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. അർബനൈസേഷൻ ആൻഡ് ഫാമിലി സ്ട്രക്ചേഴ്സ്, സബ് കൾച്ചേഴ്സ് ആൻഡ് കൗണ്ടർ കൾച്ചേഴ്സ്, ആർട്ടിസ്റ്റിക് ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. ഫസ്റ്റ് വൺ, നഗരവൽക്കരണവും കുടുംബഘടനകളും. അർബനൈസേഷൻ ആൻഡ് ഫാമിലി സ്ട്രക്ചേഴ്സ്. The traditional family structures often changes in urban setting with smaller family unit, more single person household, and shifting gender role. അപ്പോൾ പരമ്പരാഗത കുടുംബഘടനകൾ പലപ്പോഴും നഗര ക്രമീകരണങ്ങളിൽ മാറുന്നു. അതായത് കൂട്ടുകുടുംബം അണുകുടുംബമായി മാറും. ചെറിയ കുടുംബ യൂണിറ്റുകൾ, കൂടുതൽ ഏകവ്യക്തി കുടുംബങ്ങൾ, സിംഗിൾ പാരന്റ് നയിക്കുന്ന കുടുംബങ്ങൾ, ലിംഗപരമായ റോളുകൾ എന്നിവ മാറുന്നു. അല്ലേ, നമുക്കറിയാം നഗരപ്രദേശങ്ങളിൽ ഫാമിലിയിലുള്ള പാരൻറ്റ്, അതായത് ഒരു അച്ഛനമ്മ കുട്ടികൾ, അച്ഛനും അമ്മയും ജോലിക്ക് പോകും. അപ്പോൾ 2 പേരും ഒരുപോലെ തന്നെ വീട്ടിലെ എല്ലാ ഡ്യൂട്ടീസ്, കിച്ചൺ ഡ്യൂട്ടി ആണെങ്കിലും ഫിനാൻഷ്യൽ ഡ്യൂട്ടീസൊക്കെ ഈക്വലായിട്ട് പങ്കിടുന്നു. അതാണ് ലിംഗപരമായ റോളുകൾ എന്ന് പറയുന്നത്. മറ്റേ കൂട്ടുകുടുംബത്തിലാകുമ്പോൾ അവിടെ ആണുങ്ങളായിരിക്കും, മെന്നായിരിക്കും കൂടുതൽ ഫിനാൻഷ്യൽ ഇൻകം ഉണ്ടാവുക. സെക്കൻഡ് വൺ, സബ് കൾച്ചേഴ്സ് ആൻഡ് കൗണ്ടർ കൾച്ചേഴ്സ്. അതായത് ഉപസംസ്കാരങ്ങളും എതിർ സംസ്കാരങ്ങളും. അതിനകത്ത് അർബൻ ഏരിയാസ് ടെൻഡ് ടു ഇൻക്യുബേറ്റ് സബ് കൾച്ചേഴ്സ് സച്ച് ആസ് ഹിപ്പ് ഹോപ്പ്, പങ്ക് ഓർ ഡിജിറ്റൽ നൊമാഡ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ബ്രോഡർ സൊസൈറ്റൽ ട്രെൻഡ്സ്. വിശാലമായ സാമൂഹിക പ്രവണതകളെ സ്വാധീനിക്കുന്ന ഹിപ്പ് ഹോപ്പ്, പാക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ നാടോടികൾ പോലുള്ള ഉപസംസ്കാരങ്ങളെ ഉപപ്രദേശങ്ങൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. അടുത്തതാണ് ആർട്ടിസ്റ്റിക് ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. കലാപരവും സർഗാത്മകപരവുമായ ആവിഷ്കാരം. സിറ്റീസ് ആർ ഓഫൺ കൾച്ചേഴ്സ് ഹബ്സ് വെർ ആർട്ട്, മ്യൂസിക് ആൻഡ് ലിറ്ററേച്ചർ ഫ്ലറിഷ്, റിഫ്ലക്റ്റിംഗ് ആൻഡ് പുഷിംഗ് ഫോർവേഡ് സോഷ്യൽ ചേഞ്ച്. കല, സംഗീതം, സാഹിത്യം എന്നിവ അഭിവൃദ്ധി പ്രാപിക്കുകയും സാമൂഹിക മാറ്റത്തെ പ്രതിഫലിപ്പിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളാണ് നഗരങ്ങൾ. അപ്പോൾ കായികപരമായ പല കാര്യങ്ങൾക്കും നഗരം
എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മലയാള പരിഭാഷയാണിത്, ശ്രദ്ധിക്കുക. അടുത്ത ഫാക്ടറിലേക്ക് പോകാം, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അതിൽ വരുന്നതാണ് അർബൻ പ്ലാനിംഗ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. സെക്കൻഡ് വൺ ക്ലൈമറ്റ് ചേഞ്ച്. അർബൻ പ്ലാനിംഗ് ആൻഡ് സസ്റ്റൈനബിലിറ്റി, അതായത് നഗരാസൂത്രണവും സുസ്ഥിരതയും. The way cities are designed and managed, whether they are sustainable, resilient and inclusive, shape social change, particularly around issues of resource allocation, green space and climate adaptation. നഗരങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന രീതി അവ സുസ്ഥിരവും പ്രതിരോധശേഷിയുള്ളതും ഉൾക്കൊള്ളുന്നതുമായതിനാലും സാമൂഹിക മാറ്റത്തെ രൂപപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് വിഭവ വിഹിതം, ഹരിത ഇടങ്ങൾ, കാലാവസ്ഥാ പൊരുത്തപ്പെടലുകൾ തുടങ്ങിയ വിഷയങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം റിസോഴ്സ് അലോക്കേഷൻ, അതായത് നമ്മൾ ഇപ്പോൾ ഉണ്ടാകുന്ന റിസോഴ്സ് ഫ്യൂച്ചർ ജനറേഷനും കൂടി സൂക്ഷിച്ചു വെക്കണം അല്ലേ. അതിനാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗ്രീൻ സ്പേസസ്, അതായത് നമ്മളെ പച്ച നിറഞ്ഞ പ്രദേശങ്ങൾ, അതുപോലെ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ അല്ലേ. ക്ലൈമറ്റ് ആണെങ്കിലും നമ്മൾ ക്ലൈമറ്റ് ഇപ്പം ഗ്രീൻ ഹൗസ് വാർമിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് കൂടുന്നു. അപ്പം പല ജീവജാലങ്ങൾക്കും എക്സ്റ്റെൻഷൻ സംഭവിക്കുന്നു, അസുഖങ്ങൾ വരുന്നു അല്ലേ. ഐസൊക്കെ ഉരുകി വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന നദികളിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഫ്യൂച്ചർ ജനറേഷനെ ബാധിക്കും. അത് നഗരങ്ങളിൽ കൂടുതലാണ്. ഈ ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ വന്നതോടുകൂടി ഒരുപാട് കൂടുതലായിട്ടുണ്ട്. അതുപോലെ ഡീഫോറസ്റ്റേഷൻ, അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക. ഇനി അടുത്ത് ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ, കാലാവസ്ഥാ വ്യതിയാനം. സിറ്റീസ് ആർ ബോത്ത് മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് വൾണറബിൾ ടു ഇറ്റ്സ് എഫക്റ്റ്. റൈസിംഗ് സീ ലെവൽസ്, ഹീറ്റ് വേവ്സ്, effort to make cities more sustainable are shaping urban policies and lifestyle. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് പ്രധാന സംഭാവന നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ സിറ്റീസിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പ്രത്യാഘാതങ്ങൾ പ്രധാനമായിട്ടും അതിന് ഇരയാവുന്ന നഗരങ്ങളാണ്. ഇപ്പോൾ റൈസിങ് സീ ലെവൽ, ഹീറ്റ് വേവ്സ്. ഇപ്പോൾ നമുക്കറിയാം വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ മരിക്കുകയും ഒരുപാട് വീടുകളൊക്കെ നഷ്ടപ്പെടുകയും ഒരുപാട് മരങ്ങളും ഒക്കെ കടപുഴകുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നഗരങ്ങളെ കൂടുതൽ സുസ്ഥിരമാക്കാനുള്ള ശ്രമങ്ങൾ നഗര നയങ്ങളും ജീവിതശൈലിയൊക്കെ ഇപ്പോൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ മലയാള പരിഭാഷയാണ് ഈ കൊടുത്തിരിക്കുന്നത്. പോസ് ചെയ്തിട്ട് നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. നമുക്ക് അടുത്ത ഫാക്ടറിലേക്ക് പോകാം. അടുത്തതാണ് ഇന്നിക്വാളിറ്റി ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അതായത് അസമത്വവും സാമൂഹിക വർഗീകരണവും. അതിൽ വരുന്ന കാര്യങ്ങളാണ് വെൽത്ത് ഡിസ്പാരിറ്റീസ്, ആക്സസ് ടു ഹൗസിംഗ് ആൻഡ് പബ്ലിക് സർവീസസ്. ഒന്നാമത്തെ സമ്പത്ത് അസമത്വം. ഇൻകം ഇന്നിക്വാളിറ്റി ഇൻ അർബൻ ഏരിയാസ് ക്യാൻ ലീഡ് ടു സിഗ്നിഫിക്കൻറ്റ് സോഷ്യൽ ഡിവൈഡ്സ്, ഓഫൺ മാനിഫെസ്റ്റിംഗ് ഇൻ ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ അഫ്ലുവൻറ്റ് നെയ്ബർഹുഡ്സ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് ഏരിയാസ്. നഗരപ്രദേശങ്ങളിലെ വരുമാനം അസമത്വം ഗണ്യമായ സാമൂഹിക വിഭജനത്തിലേക്ക് നയിച്ചേക്കാം. ഇത് പലപ്പോഴും സമ്പന്നമായ അയൽപക്കങ്ങളും അവികസിത പ്രദേശങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തിൽ പ്രകടമാണ്. അടുത്തതാണ് ആക്സസ് ടു ഹൗസിംഗ് ആൻഡ് പബ്ലിക് സർവീസ്, പാർപ്പിടം, പൊതുസേവനങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശം. അവൈലബിലിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഓഫ് ഹൗസിംഗ്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് അതർ സർവീസ് ഓഫൺ മിറർ സോഷ്യൽ ഇന്നിക്വാളിറ്റീസ് ആൻഡ് ക്യാൻ സ്പർ മൂവ്മെൻറ്റ്സ് ഫോർ സോഷ്യൽ ജസ്റ്റിസ്. പാർപ്പിടം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, മറ്റ് സേവനങ്ങൾ എന്നിവയുടെ ലഭ്യതയും താങ്ങാനാവുന്ന വിലയും പലപ്പോഴും സാമൂഹിക അസമത്വങ്ങളെ പ്രതിഫലിപ്പിക്കുകയും സാമൂഹിക നീതിക്കായുള്ള പ്രസ്ഥാനങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയാം നഗരങ്ങളിൽ എപ്പോഴും കുറച്ച് കൂടി ഫിനാൻഷ്യലി റിച്ചായ ആൾക്കാർക്ക് മാത്രമാണ് ജീവിക്കാൻ പറ്റുള്ളൂ. അവിടെ ഹൈ സാലറി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് സർവൈവ് ചെയ്യാൻ പറ്റും. അവിടെ എഡ്യൂക്കേഷൻ ഇപ്പോൾ നല്ല നല്ല സ്കൂൾസ് ഉണ്ടാവും, അവിടെ നല്ല ഫീസ് ഉണ്ടാവും, കോളേജ് ആണെങ്കിലും ഫീസ് ഉണ്ടാവും. അതുപോലെ ഹോസ്പിറ്റലാണെങ്കിലും നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നല്ല ഫീസായി നല്ല ചിലവ് വരും. അപ്പോൾ അതുകൊണ്ട് ഇന്നിക്വാളിറ്റീസ്, സോഷ്യൽ ഇന്നിക്വാളിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ വെൽത്ത് ഡിസ്പാരിറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ്, സമ്പത്ത് അസമത്വം. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല. എല്ലാവരും ഒരുപോലെ ആയിരിക്കും. മെയിൻലി അവരുടെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരിക്കും. അവിടെ എല്ലാവരും ഒരുപോലെ ആയിരിക്കും. അതുപോലെ തന്നെ പരസ്പര സ്നേഹവും വിശ്വാസവും മൂല്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എല്ലാവർക്കും അവരവരുടെ കാര്യമായിരിക്കും. എല്ലാവരും ജോലിക്ക് പോകുന്നു, പൈസ ഉണ്ടാക്കുന്നു, അവരുടെ ഫാമിലിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അങ്ങനെ ജീവിക്കുന്നു. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മലയാള പരിഭാഷയാണ് അസമത്വം സാമൂഹിക വർഗീകരണവും. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ലാസ്റ്റ് വൺ, ക്രൈം ആൻഡ് സോഷ്യൽ ഡിസോർഡർ. ക്രൈം റേറ്റ്സ് ആൻഡ് പോളിസിങ്. നെക്സ്റ്റ് വൺ, സോഷ്യൽ ഡിസോർഡർ ആൻഡ് പ്രൊട്ടസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, കുറ്റകൃത്യ നിരക്കും പോലീസും അല്ലേ. അപ്പോൾ ഹൈ ക്രൈം റേറ്റ് ഇൻ സിറ്റീസ് ക്യാൻ ലീഡ് ടു സോഷ്യൽ അൺറസ്റ്റ്, ചേഞ്ച് ഇൻ പോലീസിങ് പോളിസീസ് ആൻഡ് ഡിമാൻഡ് ഫോർ ജസ്റ്റിസ് റിഫോം.
നഗരങ്ങളിലെ ഉയർന്ന കുറ്റകൃത്യ നിരക്ക് സാമൂഹിക അസ്വസ്ഥതയ്ക്കും പോലീസ് നയങ്ങളിലെ മാറ്റങ്ങൾക്കും നീതി പരിഷ്കരണത്തിനുമുള്ള ആവശ്യങ്ങൾക്കും കാരണമാകും. സിറ്റീസിൽ ഒരുപാട് ക്രൈം കൂടുതൽ നടക്കുന്നുണ്ട്. ഡ്രഗിൻ്റെ ഇതിലാണെങ്കിലും പിടിച്ചുപറി, അതുപോലെ തന്നെ ഒരുപാട് സാമൂഹിക അസമത്വങ്ങൾ, കുറ്റകൃത്യങ്ങളൊക്കെ സിറ്റീസിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പോലീസിൻ്റെ പോളിസിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. സെക്കൻഡ് വൺ, സോഷ്യൽ ഡിസോർഡർ ആൻഡ് പ്രൊട്ടസ്റ്റ്, സാമൂഹിക ക്രമക്കേടും പ്രതിഷേധവും. Protest against government policies, corporate practices, or other societal issues often occur in urban areas, and the way cities respond to these events can significantly impact social change. സർക്കാർ നയങ്ങൾ, കോർപ്പറേറ്റ് സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ മറ്റ് സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയ്ക്കെതിരായ പ്രതിഷേധങ്ങൾ പലപ്പോഴും നഗരങ്ങളിൽ സംഭവിക്കുന്നു. ഈ സംഭവങ്ങളോട് നഗരങ്ങൾ പ്രതികരിക്കുന്ന രീതി സാമൂഹിക മാറ്റത്തെ ഗണ്യമായി ബാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട 8 ഫാക്ടേഴ്സ് വരുന്നത്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് സോഷ്യൽ ചേഞ്ചിന് നഗരങ്ങളിൽ കാരണമാകുന്നത് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ക്ലാസ്സുകൾക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ടീച്ചർ എടുത്ത 8ാമത്തെ സ്ലൈഡിൻ്റെ മലയാള പരിഭാഷ ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നോട്ട്സൊക്കെ എഴുതിയെടുത്ത് നന്നായിട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.